ഹായ് ഓൾ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കുറേ ഡൗട്ട്സും അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ്. പ്രധാനമായിട്ടും ലോയെക്കുറിച്ചുള്ള കുറേ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. അതായത് ലോയുടെ ബേസിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. ഇതെങ്ങനെയാണ്, ഇതെന്താണ്. കൂടുതൽ ആൾക്കാരും ജസ്റ്റ് സക്സസ് സ്റ്റോറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ഇതിനകത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതിനകത്ത് പല കാര്യങ്ങളിലും ഡൗട്ട് വരാറുണ്ട്. നമുക്ക് ഇന്ന് അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. മെയിനായിട്ടുള്ളൊരു ഡൗട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ലോയുടെ ബേസിക്സിനെ കുറിച്ചാണ് എപ്പോഴും ആൾക്കാർക്ക് പൊതുവെ ഡൗട്ട് വരാറുള്ളത്. നമ്മൾ ചുമ്മാ ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തിരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലൈഫ് മാറുമോ? ഇതാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിൽ അല്ലെങ്കിൽ ലോ ഓഫ് അസംഷനിൽ നമ്മൾ മെയിനായിട്ട് മെയിനായിട്ടുള്ളൊരു ഡൗട്ട് ഇതാണ്. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അവിടെ തന്നെ നമുക്കറിയാം കൂടുതൽ ആൾക്കാർ അങ്ങനെ ഒരു ഡൗട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ അത് ലോയുടെ ബേസിക്സ് അറിയാത്തത് കൊണ്ട് വരുന്നൊരു ഡൗട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് ലോയെക്കുറിച്ച് നമുക്ക് മെയിനായിട്ടും വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ലോ എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയം ഒരു സ്പിരിച്വൽ ലോയുമാണ്, അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ ലോയുമാണ്. ഫിസിക്കൽ ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റി പോലെ, അതുപോലെ ഒരു യൂണിവേഴ്സൽ ലോയാണ് ഈ ലോയും. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കൂടുതൽ ആൾക്കാരും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അസംഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ഒരു മാജിക് പോലെയാണ് ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാജിക്കൊന്നുമല്ല. നമ്മുടെ ബ്രെയിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ബ്രെയിനെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു മാജിക്കൊന്നുമല്ല. നമ്മൾ ഇതിനകത്തൊരു മാജിക്കും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചില മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത് ഇതെന്തോ നമ്മൾ ഒരു നേരം ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് മാജിക്കൊക്കെ പോലെ നടക്കുന്ന പോലെ എന്തോ ഒരു സംഭവമാണെന്നാണ് ചിലരൊക്കെ ചിന്തിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇത് പ്യുവറായിട്ടും സയൻറ്റിഫിക്കായിട്ടും നമ്മുടെ ബ്രെയിന് കുറേ നമ്മളറിയാത്ത കുറേ കപ്പാസിറ്റീസ് നമ്മുടെ ബ്രെയിനുണ്ട്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളാണ് നമ്മുടെ ബ്രെയിനെ നിയന്ത്രിക്കുന്നതെന്ന്. പക്ഷെ അതൊരിക്കലും ശരിയല്ല. നമ്മുടെ ബ്രെയിനാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലും നമ്മൾ ഇത്രയും വർഷമല്ലേ, 20 വർഷം, 25 വർഷം, 30 വർഷം നമ്മൾ ഈ ലോയെക്കുറിച്ച് അറിയുന്ന കാലഘട്ടം വരെ നമ്മളായിരുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. അങ്ങനെ ആ വിശ്വാസങ്ങളിൽ കൂടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി രൂപപ്പെട്ട് വരുന്നത്. ആ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ ഐഡൻറ്റിറ്റിയാണ് ചിന്തിക്കുന്നത് അല്ലെ തീരുമാനിക്കുന്നത് ഇനി മുന്നോട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം. നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നോർമലായിട്ട് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോയിൽ കൂടി നമ്മുടെ ജീവിതത്തെ 100% എന്ത് കാര്യവും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനാദ്യം നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ലോയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, ഇപ്പം നമ്മൾ മനുഷ്യരാണേലും ഈ ഭൂമിയിലുള്ള എന്ത് സാധനങ്ങളാണേലും, ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണാണെങ്കിലും, നമ്മളിതിൻ്റെ എല്ലാം ഉള്ളിലോട്ട് പോയി നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം ഒരു എനർജി പാർട്ടിക്കിളാണ്. എനർജി എന്നാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോയുടെ ബേസിക്സിൽ പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ മനുഷ്യർ, വ്യക്തികൾ, സാഹചര്യങ്ങൾ എല്ലാം നമ്മുടെ എനർജിയിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റിയാലിറ്റി ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും റിയാലിറ്റിയിലെ കാര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നത് നമ്മുടെ എനർജിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ റിയാലിറ്റിയിലുള്ള ഒന്നിനും
നമ്മളെ കൂടാതെ ഒരു ഫ്രീ വില്ലില്ല. നമ്മളെ കൂടാതെ അവർക്കൊന്നും ഇപ്പം എന്താണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ SP മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ വ്യക്തികളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അവർക്ക് ഫ്രീ വില്ലില്ല. അവർക്ക് ഫ്രീ വില്ലില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടിമകളാണെന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് അവരുടെ റിയാലിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ നമ്മളെക്കുറിച്ച് അവരെങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മളോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാത്രം നമ്മളാണ്. ഇപ്പം നമ്മൾ ലോയെക്കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നു, അവിടെയുള്ള കുറേ സാധനങ്ങൾ കാണും, ഫിസിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ വ്യക്തികൾ കാണും, സാഹചര്യങ്ങൾ കാണും, അങ്ങനെ എല്ലാം കാണും. അപ്പം ഇവരെല്ലാം നമ്മുടെ എനർജിയിൽ നിന്നാണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ എനർജി അവിടെ ഇല്ലെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയിൽ അവരൊന്നും എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. നമ്മളുടെ റിയാലിറ്റിയിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ഇതുണ്ടായത് കൊണ്ടാണ് അതൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു എനർജി പാക്കറ്റ്, ഇപ്പം നമ്മൾ ക്ലോൺ എന്നൊക്കെ പറയത്തില്ലേ, ഇവരുടെ എല്ലാത്തിൻ്റെ ഒരു ക്ലോൺ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ എനർജിയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ അതായത് ഇപ്പോൾ വ്യക്തികളാണെങ്കിൽ അവർ നമ്മളോട് എങ്ങനെയായിരിക്കണം, സാഹചര്യങ്ങളാണെങ്കിൽ അത് നമ്മളോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇതൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ക്ലേ ഉണ്ടെന്ന് വെച്ചോ, ഒരു കളിമണ്ണുണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇതിന് ഇത് വെച്ച് ഏത് തരത്തിൽ, ഇപ്പം നമ്മളൊരു പാവ ഉണ്ടാക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോഗിനെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കയ്യിലൊരു ക്ലേ ഉണ്ട്, ആ ക്ലേ വെച്ച് നമ്മളൊരു പാവ ഉണ്ടാക്കി. അപ്പോൾ പാവയുടെ കണ്ണും മൂക്കും ഒക്കെ ഭയങ്കര വികൃതമായിപ്പോയി നമ്മൾ ഉണ്ടാക്കി വന്നപ്പം. അതൊക്കെ അപ്പം നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് അയ്യോ ദൈവമേ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മളാരും നെഞ്ചത്തടിച്ച് കരയോ? ഒരിക്കലുമില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളതിനെ മാറ്റി ഉണ്ടാക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലേ നമ്മളാണ് അതിനെ ഉണ്ടാക്കുന്നത്, നമുക്കാണ് അതിനുള്ള സർവ്വ അധികാരവും കഴിവും. അത് നമ്മളെന്ത് ചെയ്യും? അതിനെ മാറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവസരങ്ങൾ, വസ്തുക്കൾ എല്ലാത്തിനും നമ്മളാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു നമ്മളാണ് ക്രിയേറ്റർ. അപ്പം നമ്മുടെ ഓൾഡ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് ആരൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള നെഗറ്റീവ് ഓൾഡ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് നമ്മൾ അതിനൊക്കെ നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമുക്കറിയാം ഇതിങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് നമുക്കിതിനെല്ലാം പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. ആ ക്ലേ നമ്മുടെ കയ്യിലിരിക്കുകയാണ്, നമ്മളാണത് ബാക്കി ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം, അതായത് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിൽ കൂടെയാണ്, നമ്മുടെ തോട്ട്സിൽ കൂടെയാണ്. നമ്മുടെ തോട്ട്സിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഇപ്പം നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുന്നു, അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. അതിനെ മാറ്റി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ പോസിറ്റീവാകും. അതിപ്പം നമ്മൾ സക്സസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് സംഭവിച്ചു എനിക്ക് സംഭവിക്കുന്നില്ല, അങ്ങനെയല്ല. ഇതെല്ലാവർക്കും ഇപ്പം നമ്മൾ ലോ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യം പറയുമ്പോൾ എന്തിനെ ഭൂമിക്ക് മേളിൽ നിന്ന് താഴോട്ട് ഇട്ടാലും അത് താഴോട്ട് തന്നെ വരും. അതൊരു പട്ടി ഇട്ടാലും മനുഷ്യനെ ഇട്ടാലും ഒരു വിമാനത്തെ ഇട്ടാലും ഒരു റോക്കറ്റിനെ ഇട്ടാലും ഒരു ബലൂണിനെ ഇട്ടാലും എന്തിനിട്ടാലും അത് താഴോട്ട് തന്നെ വരും, ഒരിക്കലും മേലോട്ട് പോകത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ലോയും. ഇത് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ള പ്രശ്നം കൊണ്ടോ അല്ല സെൽഫ് കോൺസെപ്റ്റിലുള്ള പ്രശ്നം കൊണ്ടോ ഒക്കെ ആയിരിക്കും നമുക്കിത് വർക്കാകാതിരിക്കുന്നത്. അത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ലോ വർക്കാവും. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ക്രിയേഷൻ നടത്തുമല്ലോ. നമ്മുടെ ക്രിയേഷൻ ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. അതായത് നമ്മൾ ഒരേ സമയം തന്നെ ഈ പോസിബിൾ റിയാലിറ്റീസ് എല്ലാം ഉണ്ട്, നമ്മളതിനെ സെലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമ്മുടെ റിയാലിറ്റി ഓൾറെഡി എക്സിസ്റ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. അതിൻ്റെ എൻഡ് സ്റ്റേറ്റ്, അതായത് ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ള എൻഡ് സ്റ്റേറ്റിൽ നമ്മൾ പെർസിസ്റ്റ് ചെയ്യുക. അത്രയും സിമ്പിളാണല്ലോ, ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മുടെ നെഗറ്റീവ് സെൽഫ് ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് ചിന്തിക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്കതിൽ പെർസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്.
ഇപ്പം നോർമലായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തവർക്ക് അങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യം വരത്തില്ല. പക്ഷേ ഒരു 99% ആൾക്കാർക്കും, കാരണം നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ചാണ് എല്ലാ മനുഷ്യരും വരുന്നത്. ആ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒരു തെറ്റേ അല്ല. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പണ്ട് കടന്നു വന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഈ ഭയമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവർ അതിജീവിച്ച് നമ്മളൊക്കെ ഉണ്ടായി ഇവിടം വരെ എത്തിയത്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമല്ല എന്ന്. നമ്മുടെ ബ്രെയിൻ അറിയത്തില്ല. നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതൊരു ത്രെട്ടായിട്ട് കാണും. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരാളെ ജോലിക്ക്, അയാൾ ആദ്യം ഒരു ജോലിക്ക് ചെന്നു, നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അയാളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടും ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ഭയം വന്നു. അപ്പം നമ്മുടെ ബ്രെയിൻ അതിനൊരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇയാൾ ഈ ജോലിക്ക്, വേറൊരു ജോലിക്ക് പോകുമ്പോൾ ഇയാൾക്ക് സെയിം ഭയം വരും. സെയിമായിട്ട് ഇത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ തന്നെ കാണിക്കും. ഈ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ പൊതുവേ ഈ നെഗറ്റീവ് സിറ്റുവേഷൻസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെൽഫ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബിലീഫ്സ് മാറ്റിയെടുക്കും. ഈ ബിലീഫ്സ് മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും. നമ്മുടെ റിയാലിറ്റി ചേഞ്ച് ആവും. അങ്ങനെയാണ് സിമ്പിളായിട്ട് ലോ വർക്ക് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ലോയെക്കുറിച്ച് അറിയാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്ന വീഡിയോസിൽ കൂടുതലായിട്ട് സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചും ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിനെ കുറിച്ചും, ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ വിശദമായിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട്, അതായത് എല്ലാവർക്കും സ്വയം തന്നെ അവരവരുടെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ബെറ്ററാക്കാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ലോയെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വരുന്ന വീഡിയോസിൽ കൂടെ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.